ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ തേങ്ങ ചേർക്കാതെ ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറിക്ക് 2 സവാള, 1 തക്കാളി, 4 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 7-8 അല്ലി വെളുത്തുള്ളി ആവശ്യമാണ്. ആദ്യം നമുക്കിതിനായുള്ള അരപ്പ് തയ്യാറാക്കാം. ചൂടായ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 10ഓളം കുരുമുളക് ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി ഒരു പിടി മല്ലിയും കൂടി ചേർത്ത് വറുത്തെടുക്കാം. മല്ലിയുടെ നിറം നന്നായി മാറിയതിന് ശേഷം ഇതുപോലെ മുളകും കൂടി വറുത്തെടുക്കാം. ഞാനിവിടെ 10ഓളം മുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. സവാളയുടെ നിറം നന്നായി മാറി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയതിനു ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു വരുന്ന കറിയിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇവിടെ സ്വാദിഷ്ടമായ മുട്ടക്കറി തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, share and subscribe. Thank you.